ഇവിടെ വന്ന് നിൽക്കുകയാണ്. എന്നാലും ഇത് കുറെ കടുപ്പമാണ് ചായ. ഇതിന് കടുപ്പമൊന്നുമില്ല, പെപ്സിയാ. തമാശല്ല ചായ. ആ പെൺകുട്ടികൾ ദുഃഖം കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ. ഇതിന്റെ മടുക്കുമ്പോ എഴുന്നേറ്റ് നിന്നാ മതി. ഒരുപാട് മനുഷ്യപ്പറ്റില്ലാത്ത വർത്താനം പറയരുത്. കാര്യം എന്തോ ആയിക്കട്ടെ, അവർക്ക് തെറ്റ് ചെയ്തു, അതിനുള്ള ശിക്ഷയും കിട്ടി. ഞാൻ എത്ര തവണ പറഞ്ഞതാ, അവര് കേക്കണ്ടേ? ഇനി പറയാൻ ചെന്ന് നമ്മുടെ പണി പോവും. ആ ഗോപിയെ കുഞ്ഞിനെ പല്ലുവരെ സഹിക്കാൻ വയ്യ. മരുന്നിന് എഴുതി തന്നിട്ടുണ്ട്. ആ ആൺകുട്ടികളോട് പറയുന്നും പറഞ്ഞിട്ടുണ്ട്. എന്നാ പിടി. ഇതിനുള്ള കാശ് എത്ര എന്ന് വെച്ചാൽ ഞാൻ തരാം. നീ വാ. ദൈവമേ, ആർക്കും വേണ്ടാത്ത ഈ ജീവിതം ഞങ്ങൾ തിരിച്ചു തരുന്നു. ഗോപിയെ, ഗോപിയെ, ഗൗരി, ഗൗരി, നീനെ, നീനെ, മാർക്കോസ് നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയ ഗുളിക ഇതാണ്. റസിയ തക്ക സമയത്ത് പറഞ്ഞുകൊണ്ട് ഞങ്ങളത് മാറ്റി. അപ്പോ മരിക്കാൻ മരുന്നുകൾ തയ്യാറായി അല്ലേ? മതി, നീ അക്ഷരം വേണ്ടരുത്. മരിക്കാതെ സമ്മതിക്കില്ല അല്ലേ? നിങ്ങൾക്ക് ഞങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലണം. ഇതാ കൊന്നു, കൊല്ല കൊല്ല. ഞങ്ങൾ തെറ്റുകാരില്ലേ? നിങ്ങളുടെയൊക്കെ അടിമകള്. മൃഗങ്ങളോട് പോലും ആരെങ്കിലും എത്രയ്ക്ക് ക്രൂരത കാണിക്കൂ. നിങ്ങൾ ഈ ലോകത്തോട് മനസ്സുകൊണ്ട് യാത്ര പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനൊരു ജീവിതം ഞങ്ങൾക്കിന് വേണ്ട. വേണ്ട. യശിയെന്നോ താടകെന്നോ മനാമെന്നോ വിളിച്ചാൽ മതി. ഈ ലോകത്തിലെ ഏറ്റവും വലിയ കളികളല്ലേ ഞങ്ങൾ. കൊലക്കുറ്റം ചെയ്തവരെ പോലെയല്ലേ നിങ്ങൾ ഞങ്ങളെ പിടിച്ചോണ്ടെന്ന്. തല കറങ്ങി വീണ എന്റെ അമ്മയെ ഒന്ന് കാണാനെങ്കിലും നിങ്ങൾ സമ്മതിച്ചോ? സത്യമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പ്രതീക്ഷിച്ചല്ല. എങ്ങനെയോ എല്ലാം സംഭവിച്ചു പോയി. നിങ്ങൾക്കറിയോ, വീട്ടിൽ നിന്ന് പുറത്താക്കിയതോടെ ഞങ്ങൾ പാതി മരിച്ചു. ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം നേരെയായപ്പോഴാ വീണ്ടും എല്ലാം തകർന്നത്. അത് നിങ്ങൾ കാരണം. നാണക്കേട് സഹിച്ച് സഹിച്ച് ഞങ്ങളുടെ സമനില തെറ്റി. നമ്മൾ എന്റെ കൂട്ടരും തെറ്റുകൾ ചെയ്തു. അത് തിരുത്താൻ വേണ്ടി വീണ്ടും വീണ്ടും ചെയ്ത് വലിയ വലിയ തെറ്റുകൾ. ആ ചേരി വന്ന് നിങ്ങളുടെ സത്യസ്ഥിതി കണ്ടപ്പോ ഞങ്ങൾക്ക് നിങ്ങളോട് മനസ്സിൽ ബഹുമാനം തോന്നിയത്. അതും ഞങ്ങളുടെ തോൽവിയായിരുന്നു. തോറ്റു മടുത്തപ്പോ അറിയാതെ ഞങ്ങളിൽ പ്രതികാരചിന്ത വന്നുപോയി. മരിക്കാൻ വരെ തയ്യാറായിട്ടും വഴിവിട്ട രീതിയിൽ ഞങ്ങളെ സ്വാധീനിക്കാത്ത നിങ്ങളോട് മതിപ്പ് ഞങ്ങൾക്ക് കൂടിയിട്ടേ ഉള്ളൂ. ചെയ്തു പോയ ക്രൂരതകൾക്ക് ഞങ്ങളോട് ക്ഷമിക്കണം. അന്ന് ഞങ്ങളോട് വന്നപ്പോ അഡ്വാൻസ് ക്യാഷായി ചോദിച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. ഞങ്ങളെ പറ്റി നിങ്ങൾ നുണ പറഞ്ഞെന്ന് വിശ്വസിച്ച് ഒന്ന് വരട്ടണമെന്നേ കരുതിയുള്ളൂ. സത്യത്തില് നിങ്ങളൊന്നും എടുത്തിട്ടൊന്നുമില്ല. നിങ്ങളോട് വന്നതില്ല. ഒരു രസത്തിന് വേണ്ടി ഞങ്ങൾ വേഷം കെട്ടിയപ്പോ പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിങ്ങൾ ഓച്ചാനിച്ചു നിന്നു. അപ്പം മനസ്സ് വിലക്കിയിട്ടും ഞങ്ങൾ ആ നാടകം തുടർന്നു. ഇഷ്ടമുള്ളവരെ കുരങ്ങടുപ്പിക്കുന്ന ഒരു രസം, അത്രേ ഉള്ളൂ. ഒടുവിൽ ഞങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ഞങ്ങൾ വീഴാൻ പോണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ ഓടിപ്പോയതാ. വേറെന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങളെ പോലെ തന്നെ ഒന്നും വേണ്ടിയിട്ടായിരുന്നില്ല, എങ്ങനെയോ സംഭവിച്ചു പോയി. തെറ്റുകളെ തെറ്റുകൾ കൊണ്ട് നേരിട്ടാ എല്ലാവർക്കും ദുഃഖം മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്കെല്ലാം അങ്ങ് മറക്കാം. അതെ, ഇത് നമുക്കെല്ലാവർക്കും സന്തോഷമായിട്ട് ഒരു കുടുംബമായി. ഓ, എന്റെ സാറേ, രക്ഷപ്പെട്ടു. ആ പിള്ളേരുടെ പിണക്കമൊക്കെ അങ്ങ് തീർന്നു. അവരിപ്പോ നമ്മളെ പോലെയായി. പെട്ടെന്ന് വണ്ണം വെച്ചങ്ങ് തീർത്തോ? ഓ, അതല്ല, അവര് ലൈനായി, കരളുമായി. അവർ കെട്ടിപ്പിടിച്ച് സ്ലോ മോഷൻ ഇറങ്ങി പോകുന്ന ഞാൻ കണ്ടു. അയ്യോ, വല്ല വയറ്റുവേദന വന്നിട്ട് പോയതായിരിക്കും. എന്റെ കർത്താവേ, അതിന് നീ ഉണ്ടാക്കിയൊന്നും അവർ കഴിച്ചില്ല. എന്താ എന്റെ വ്യാകുല മാതാവേ, എന്ത് പറഞ്ഞാലും മനസ്സിലാകാത്തൊരു സാധനം.
അവരിത് ഇങ്ങനെ ക്ലോസ് ആയെന്ന് മനസ്സിലായ? എന്റെ കർത്താവെ, സമയവും കാലവും നോക്കാതെ സാത്താന്റെ പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയ ഈ കുഞ്ഞാടിനോട് ക്ഷമിക്കണമേ. ആമേൻ. കർത്താവിന് സ്തോത്രം സ്തോത്രം. ഇതേ ഈ കർത്താവിന്റെ സൂത്രമല്ലേ സാറേ? കേക്കണ്ട കേട്ടോ. എന്റെ